അള്ളാഹു നൽകിയ അനുഗ്രഹമാണ് നമ്മുടെ കുടുംബ ബന്ധങ്ങൾ. അത് ഏറ്റവും നല്ലതാകണമെന്ന് ആഗ്രഹിക്കാത്ത കുടുംബങ്ങൾ ഉണ്ടാവില്ല. നമ്മുടെ കുടുംബം ഒരു മാതൃകാ കുടുംബമാവണമെന്നായിരിക്കും ഓരോരുത്തരുടെ ഉള്ളിൽ. എന്നാലും ചില ബന്ധങ്ങൾ ചെറിയൊരു പ്രശ്നങ്ങൾക്ക് വേണ്ടി മുറിച്ചു കളയുന്നവരുണ്ട്, വേർപിരിയുന്നവരുണ്ട്. കുടുംബ കോടതിയുടെ വരാന്തയിൽ പോയാൽ കാണാം ബന്ധങ്ങളുടെ മൂല്യങ്ങൾ. ബന്ധങ്ങളെ കൂട്ടിച്ചേർക്കാൻ കാണിക്കുന്ന ശ്രമത്തേക്കാൾ കൂടുതലായി അത് മുറിച്ചു കളയാൻ കാണിക്കുന്ന ആവേശവും ശ്രമവും. ഒരുപക്ഷെ ഈ ശ്രമങ്ങളെല്ലാം ഒരുമിച്ചവർ ജീവിക്കാൻ വേണ്ടി കാണിച്ചിരുന്നുവെങ്കിൽ ഇതുപോലെ കുടുംബ കോടതിയുടെ വരാന്തയിൽ കയറിയിറങ്ങേണ്ട ഗതികേട് അവർക്ക് വരുമായിരുന്നില്ല. മാതാപിതാക്കൾ ഉണ്ടായിട്ട് പോലും മക്കൾ ഒരു അനാഥ കുഞ്ഞിനെ പോലെ ജീവിക്കേണ്ടി വരുന്നത് നമ്മുടെ വിട്ടുകൊടുക്കാൻ പറ്റാത്ത വാശിയിലും വൈരാഗ്യത്തിലാണ്. നമ്മൾ വാശിയോടെ മത്സരിച്ച് വിജയിക്കുമ്പോൾ പരാജയപ്പെടുന്നത് മക്കളാണ്. കോടതിയുടെ മുമ്പിൽ പരസ്പരം മക്കളെ കൈമാറുന്ന അവസ്ഥകൾ, അത് കണ്ടു നിൽക്കുന്നവരുടെ കൽബ് കലങ്ങിയാലും ഇവരുടെ കൽബിന് ഒരു മാറ്റമുണ്ടാവില്ല. ഇവർക്ക് അഹങ്കാരമാണ്, ഇവർക്ക് വിട്ടുകൊടുക്കാത്ത വാശിയാണ്. പറഞ്ഞു തീർക്കാനുള്ള കാര്യങ്ങൾ പിരിഞ്ഞു തീർക്കുന്നത് അത് നമ്മുടെ പരാജയത്തിൻ്റെ തുടക്കമാണ്. ഓരോരുത്തരും പിരിയാൻ വേണ്ടി പെടാപ്പാടുപെടുമ്പോൾ തോറ്റുപോകുന്നത് നിങ്ങളുടെ കൂടെ ജീവിക്കാൻ ആഗ്രഹിക്കുന്ന നിങ്ങളുടെ മക്കളാണ്, അവരുടെ ഭാവിയാണ്, അവരുടെ ഫ്യൂച്ചറാണ്. നിങ്ങളുടെ ബന്ധങ്ങൾ മുറിക്കാനും സ്നേഹങ്ങളെ തകർക്കാനും കുറേ പേരുണ്ടാകും. പക്ഷേ ആ ബന്ധങ്ങളെ കൂട്ടിച്ചേർക്കാൻ വെറും എണ്ണപ്പെട്ടവർ മാത്രമായിരിക്കും. അവരുടെ വാക്കിനാണ് നാം ഏറ്റവും പ്രാധാന്യം നൽകേണ്ടത്. പല ബന്ധങ്ങളും മുറിഞ്ഞു പോകുന്നത് ആ കുടുംബത്തിൽ നല്ല ഒരു മനുഷ്യനില്ലാതെ വരുമ്പോഴാണ്. ഇതുപോലത്തെ തെറ്റുകൾ കാണുമ്പോൾ, ഇതുപോലത്തെ തിരുത്താൻ പറ്റുന്ന രീതികൾ കാണുമ്പോൾ പറഞ്ഞു കൊടുക്കാനും അവരെ തെറ്റിൽ നിന്ന് തിരുത്താനും അവരെ കൈപിടിച്ച് ചേർത്ത് തിരുത്താനും നമ്മളിൽ നിന്ന് ആളുകളില്ലാതെ വരുമ്പോഴാണ് നമ്മുടെ കുടുംബങ്ങൾ മാതൃകാ കുടുംബമാകണമെന്ന് ആഗ്രഹിക്കുക. അതിലുള്ള വീഴ്ചകൾ നമുക്ക് തിരുത്തി കൊടുക്കാം, നന്മയിലേക്ക് നയിക്കാം, നല്ലവരായി ജീവിക്കാം.